കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം 9-ാം ദിവസം. 9-ാം ദിവസമാണ് പള്ളിവേട്ട നടക്കുന്നത്. ആ ദിവസത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തെ ചടങ്ങുകളും ദർശനം എപ്പോഴൊക്കെ നമുക്ക് സുഗമമായി നടത്താം എന്നും ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പതിവ് മാതിരി 3 മണിക്ക് നിർമ്മാല്യ ദർശനം, 3:10 വരെ നിർമ്മാല്യ ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. 3:10 മുതൽ അഭിഷേകം, എണ്ണാഭിഷേകം, വാഗച്ചാർത്ത്, ശംഖാഭിഷേകം, സപ്തശുദ്ധി അഭിഷേകം, സ്വർണ്ണകുംഭാഭിഷേകം എന്നിവ നടക്കുന്നു. ഈ സ്വർണ്ണകുംഭാഭിഷേകത്തിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പന് സ്വർണ്ണ കിരീടം ചാർത്തുന്നു. ശ്രീകോവിൽ നട അടയ്ക്കുന്നു. ശ്രീകോവിൽ നട അടച്ചതിന് ശേഷമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മലർ നിവേദ്യവും പിന്നെ അതിനുശേഷം അലങ്കാരവുമാണ്. ചെറിയ ഉണ്ണിക്കണ്ണനായിട്ടാണ് അലങ്കാരം ഉണ്ടാവുക. ആ മേശാന്തിക്ക് ആ സമയത്ത് തോന്നുന്ന രൂപത്തിലാണ് ഭഗവാനെ അലങ്കരിക്കുന്നത്. ആ പൂജ മലർ നിവേദ്യം കഴിഞ്ഞ് പൂജ കണ്ണനായിട്ടാണ് ക്ഷേത്ര ശ്രീകോവിൽ നട തുറക്കുന്നത്. അത് 4 മണിയോടുകൂടി തുറക്കുന്നതാണ്. ഈ സമയത്തെല്ലാം ഭക്തന്മാർക്ക് ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. 4 മുതൽ 4:30 വരെ സുഗമമായി ഭക്തന്മാർക്ക് എല്ലാവർക്കും ദർശനം നടത്താം. 4:30 മണിക്ക് നിവേദ്യമാണ്. നിവേദ്യം കഴിഞ്ഞാൽ ഒരു 4:45 വീണ്ടും ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുന്നതാണ്. 6 മണിയോടുകൂടി പൂജയാണ്. പൂജ 6:20, 25 നട തുറക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഒരു അരമണിക്കൂർ ഭക്തജനങ്ങൾക്ക് ദർശനം. 7 മണിക്ക് ഭഗവാന്റെ കാഴ്ച ശിവേലി വെച്ചാൽ ശിവേലി, അത് കാഴ്ച ശിവേലിയായിട്ട് നടത്തുന്നു. ഭൂതഗണങ്ങൾക്കെല്ലാം ബലി തൂവുന്നതോടുകൂടി ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു. 3 ആനയുടെ മുകളിൽ എഴുന്നള്ളിപ്പ് ഉണ്ടാകുന്നു. പ്രസിദ്ധ കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. അത് ഏകദേശം ഒരു 9:30 മണി വരെ ഉണ്ടാകുന്നതാണ്. ആ സമയത്തും ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിനകത്തേക്ക് ദർശനം നടത്താവുന്നതാണ്. 9:30 ശേഷം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് അകത്തേക്ക് വരികയും അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പന്തീരടി പൂജ ആരംഭിക്കുന്നു. പന്തീരടി പൂജയ്ക്കുള്ള നവകാഭിഷേകം, പാലഭിഷേകം എല്ലാം ആ സമയത്ത് നടക്കുന്നു. അതിനുശേഷം പന്തീരടി പൂജയായി. പന്തീരടി പൂജ കഴിഞ്ഞ് ഏകദേശം 1 മണി വരെ ദർശനം നടത്താവുന്നതാണ്. ഈ പന്തീരടി പൂജയ്ക്ക് ചില സമയത്ത് സമയം വ്യത്യാസങ്ങളുണ്ടായിരിക്കാം. അത് കറക്റ്റ് ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് അവിടുത്തെ ആ സമയത്തെ സന്ദർഭം അനുസരിച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതാണ്. അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയായി. ഉച്ചപൂജ 11:30 മണിക്ക് ആണ് സ്വതവേ നടത്താറ്. 11:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചപൂജയായി 12:30 നട തുറക്കുകയും ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും സുഗമമായ ദർശനം നടത്താവുന്നതാണ്. 1:30 മണി 2 മണി വരെ. ശേഷം ക്ഷേത്രം നട അടയ്ക്കുകയും ഈ സമയത്ത് നമ്മൾ ഉഷപൂജ എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് മണിക്കിണറിനടുത്തുള്ള മുളയറയിൽ മുളംപൂജ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് ശിവേലി കേട്ടോ. അങ്ങനെ ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ നട തുറക്കുന്നു. ഒരു 4 മണി 4:30 മണിയോടുകൂടി നട തുറക്കുന്നു. എന്നിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഗ്രാമബലിക്കുള്ള ഒരുക്കങ്ങളാണ്. ഈ സമയത്ത് ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശനം ഉണ്ടാകുന്നതല്ല. പള്ളിവേട്ട ദിവസവും ആറാട്ട് ദിവസവും വൈകുന്നേരം ശ്രീ ഗുരുവായൂരപ്പന് നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവില്ല. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ ഗ്രാമബലിക്കുള്ള ശ്രീഭൂതബലി തുടങ്ങുന്നു. ശ്രീഭൂതബലി തുടങ്ങി ഏകദേശം ഒരു 5 മണിയോടുകൂടി സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ, ഇന്ന് സ്വർണ്ണപ്പഴുക്കാമണ്ഡപം എഴുന്നള്ളിച്ച് വയ്ക്കുന്നത് കൊടിമരച്ചുവട്ടിൽ, നമ്മളെല്ലാവരും ആ മഞ്ചാടി വാഴുന്ന ചെമ്പുണ്ടല്ലോ, അവിടെയാണ് എഴുന്നള്ളിച്ച് വയ്ക്കുക. സ്വർണ്ണ പഴുക്കാമണ്ഡപം, നെറ്റിപ്പട്ടം ഉണ്ടാവും, വെൺചാമരം, ആലവട്ടം, വെൺകൊറ്റക്കുള, പീതാംബരപ്പട്ടുണ്ടാവും, വീരാളിപ്പട്ടുമുണ്ടാവും. അതിലാണ് ശ്രീ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് വയ്ക്കുക. ഒരു ചക്രവർത്തി ഇരിക്കുന്ന മാതിരിയാണ് ഉണ്ടാവുക. ആ സമയത്ത് പഞ്ചകേളി എല്ലാം ഉണ്ടാകും. അതിനുശേഷം അത് തുടർന്നായിട്ട് ദർശനം എല്ലാ ഭക്തന്മാർക്കും അവിടുന്ന് നടത്താൻ 6 മണിയോടുകൂടി ദീപാരാധന നടക്കുന്നു. 6 മണിക്ക് ദീപാരാധന നടന്ന് ദീപാരാധനയ്ക്ക് ശേഷം 6:15 ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു. ഗ്രാമബലികൾ ആരംഭിക്കുന്നു. ആ സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും നിലവിളക്കും നിറപറയും ചൊരിയുന്നു. ഭക്തജനങ്ങൾക്കെല്ലാവർക്കും ഏതൊരാൾക്കും വന്നാൽ അതിനുള്ള സൗകര്യം ഇവിടെ ഓരോരോ ആൾക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്കും നമ്മുടെ പേരിൽ നിറപറ ചൊരിയാവുന്നതാണ്. ആ നിറപറ ചൊരിഞ്ഞ് ഭഗവാൻ എഴുന്നള്ളിപ്പ് ഗ്രാമത്തിൽ കൂടി എഴുന്നള്ളുന്നു എന്നാണ് സങ്കല്പം. ഗ്രാമബലി ഏകദേശം ആ കുളപ്രദക്ഷിണമായിട്ടാണ് നടക്കുന്നത്. കുളപ്രദക്ഷിണമായി നടന്ന്
9:30 മണി 10 മണിയോടുകൂടി തിരിച്ച് ക്ഷേത്രമതിൽക്കകത്ത് എത്തി ഒരു ചുറ്റുപ്രദക്ഷിണം നടന്ന് വടക്കു വശത്ത് എത്തുമ്പോൾ മേളം അവസാനിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ കോലം അവിടെ ഇറക്കുകയും ആ തങ്കത്തിടമ്പ് മാത്രമെടുത്ത് കീഴ്ശാന്തി വേറൊരു ആനപ്പുറത്ത് കയറുകയും ചെയ്യുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ട ആരംഭിക്കുന്നു. പള്ളിവേട്ടയുടെ സാരാംശം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു നല്ല പ്രവൃത്തികൾ നടക്കുമ്പോഴും ആസുരശക്തികൾ അത് മുടക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം അതിഗംഭീരമായി എല്ലാ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നന്നായി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ്. ആ സമയത്തുള്ള ആസുരശക്തികൾക്ക് ശക്തി വർദ്ധിക്കുകയും ആസുരശക്തികളെല്ലാം ഇത് ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. ആ ആസുരശക്തികളെ എല്ലാം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ പള്ളി നായാട്ട് നടത്തുന്നത്. ഈ ആസുരശക്തികളിലെ ഏറ്റവും മോശപ്പെട്ട ആസുരശക്തിയുള്ളത് പന്നി ആണ് എന്നാണ് പറയുന്നത്. ഈ പന്നി വന്നു കഴിഞ്ഞാലും മറ്റുള്ള മൃഗങ്ങളും പക്ഷിമൃഗാദികളും എല്ലാം ആ ആസുരശക്തികൾ വർദ്ധിക്കുന്നു. ഈ ആസുരശക്തികളെ നിഗ്രഹിക്കുകയാണ്. പന്നിയെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആസുരശക്തികളെല്ലാം അവിടെ നിന്നും വിട്ടുപോകുമെന്നും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ഭംഗിയായി നടക്കാൻ പറ്റും എന്നാണ് ചെറിയൊരു സങ്കല്പം. അങ്ങനെ ആ വടക്കേ നടക്കിലെത്തിക്കഴിഞ്ഞിട്ട് ഭഗവാന്റെ കോലം ഇറക്കുകയും തങ്കത്തിടമ്പ് മാത്രമെടുത്ത് ഗുരുവായൂരപ്പൻ്റെ കീഴ്ശാന്തി വേറെ ഒരു ആനപ്പുറത്ത് കയറുകയും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ട ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ പള്ളിവേട്ടയ്ക്കുള്ള ഭഗവാനും ആനയും ആ വിളക്ക് പിടിക്കുന്ന എല്ലാവരും വാദ്യഘോഷങ്ങളും കൂടി ആ കിഴക്കേ ഗോപുരം കടന്ന് പുറത്തേക്ക് പോകുന്നു. ഏകദേശം ആ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ എത്തിയാൽ അവിടെ പക്ഷിമൃഗാദികളുടെയും പന്നിയുടെയും എല്ലാം വേഷം കെട്ടി ഭക്തജനങ്ങൾ നിൽക്കുന്നുണ്ടാകും. ആ വേഷം കെട്ടുന്നത് ഓരോരോ പ്രാർത്ഥനകളും ഉണ്ടാവാം ഭക്തന്മാർക്ക്. അപ്പോൾ പുതിയടത്ത് പിഷാരടി വിളിച്ചു ചോദിക്കുന്നു, മാനുഷങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയും മാരാർ ചങ്കു വിളിക്കുകയും ചെയ്യുമ്പോൾ ഈ പക്ഷിമൃഗാദികളുടെ വേഷം കെട്ടിയവരെല്ലാവരും മുമ്പിൽ ഓടുകയും അവരുടെ പിന്നാലെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആന ഓടുകയും ചെയ്യുന്നു. അങ്ങനെ ക്ഷേത്ര ഗോപുരം കടന്ന് അമ്പലത്തിനകത്തെത്തി 9 പ്രദക്ഷിണം വയ്ക്കുകയും 9ാമത്തെ പ്രദക്ഷിണത്തിൽ ഒരു പന്നിയെ അമ്പെയ്തു വീഴ്ത്തി എന്ന സങ്കല്പത്തിൽ ആ പന്നിയെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ ഭഗവാന്റെ പള്ളി നായാട്ട് കഴിയുകയും ഭഗവാൻ നാലമ്പലത്തിൻ്റെ അകത്തേക്ക് എഴുന്നള്ളുകയും ചെയ്യുന്നു. പള്ളിവേട്ട കഴിഞ്ഞ ഭഗവാൻ ക്ഷീണിതനായി എന്നാണ് സങ്കല്പം. അപ്പോൾ ഈ 9 ദിവസങ്ങളിൽ നമ്മൾ നവധാന്യങ്ങൾ വിതച്ച ആ മുള അതെല്ലാം പടർന്ന് പന്തലിച്ച് ഒരു കാടിൻ്റെ സ്വരൂപമായിട്ടുണ്ടായിരിക്കാം ഉണ്ട്. ആ മുളമ്പാലികളെല്ലാം വലിയൊരു അഷ്ടതള പൽപ്പത്തിലിട്ട് ശ്രീ ഗുരുവായൂരപ്പന് ശയിക്കുവാൻ വേണ്ടി ഒരു വെള്ളിക്കട്ടിലും മെത്തയും ഒരുക്കിയിട്ടുണ്ടാവാം. അതിന് ചുറ്റും ഈ വെള്ളിപ്പാലികളുടെ മുള വയ്ക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ ആ കാടിനുള്ളിൽ കിടന്നുറങ്ങുന്നു. അന്നത്തെ ഉറക്കം ഗംഭീരമായി ഭഗവാന് നടക്കുന്നു. ഭഗവാൻ ഉറങ്ങുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ശബ്ദങ്ങളും മറ്റതും ഉണ്ടാവാതിരിക്കാൻ അന്നേ ദിവസം ക്ഷേത്ര നാഴിക മണിയടക്കം അടിക്കുന്നതല്ല. ആകെ ഒരു ശബ്ദരഹിതമായ അന്തരീക്ഷത്തിലാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അന്നത്തെ നിദ്ര. പിറ്റേ ദിവസം ശ്രീ ഗുരുവായൂരപ്പൻ നേരം വൈകി എഴുന്നേൽക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഏകദേശം ഒരു 4:30 മണി 5 മണിയോടുകൂടി ഗുരുവായൂരപ്പൻ്റെ തന്ത്രി വരികയും പശുക്കിടാവിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ അന്ന് ഉണരുന്നത്. അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിത്യനിദാന ചടങ്ങുകൾ, വിശേഷാൽ അഭിഷേകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ പള്ളിവേട്ടയുടെ ചെറിയൊരു സംഗ്രഹം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ ഉത്സവം 9ാം ദിവസം പള്ളി നായാട്ട്, അതാണ് ഇപ്പോൾ പറഞ്ഞത്. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ഗുരുവായൂരപ്പൻ്റെ ഗ്രാമപ്രദക്ഷിണത്തിൽ വന്ന് കാണേണ്ടതാണ്. അതൊരു ഗംഭീരമായിട്ടുള്ള ഒരു എഴുന്നള്ളിപ്പുകളാണ്. ആ ഒരു ഭക്തൻ ഒരു പ്രാവശ്യം വന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത കൊല്ലവും വരുവാൻ ആ ഭക്തന് തോന്നും. അത്രയും അതിഗംഭീരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാവുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.